ഇവിടെ വലിയൊരു സൗണ്ട് പോലെയാണ് കേട്ടെ. ഇങ്ങനെ വലിയൊരു വണ്ടിയായിട്ട് റോഡിൽ കൂടി പോകുന്നതെന്നാണ് ഞാൻ ഇങ്ങനെ വിചാരിച്ചത്. അപ്പോൾ ഞാൻ അടുക്കളയിൽ ഞാൻ ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ എൻ്റെ മോനുണ്ടേനു ഇവിടെ കിടക്കുന്നത്. ഓനും ചോദിച്ചു ഇതെന്നാമേ ജാലകം ഇങ്ങനെ കുലുങ്ങുന്നത് ഭയങ്കര സൗണ്ടാണല്ലോ എന്ന്. അന്നേരം ഞാൻ പറഞ്ഞു ഭൂജലനാളി എന്ന് ചോദിച്ച് ഞാൻ ഓടി വന്നിക്ക്. അത്രയും ഭയങ്കര ഒച്ചയാണ് കേട്ടെ, ഉടുകുടൂ എന്നുള്ളൊരു ഒച്ചപ്പാട്. കോഴിക്കോടും സമീർ സി മുഹമ്മദ് കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സമീർ, ഈ വിലങ്ങാട് മേഖലയിലെ ഉരുൾപൊട്ടൽ അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. ഒപ്പം തന്നെ ഇന്നിപ്പോൾ ഈ പ്രതിഭാസം അനുഭവപ്പെട്ട മേഖല അത് ഈ കൂടരഞ്ഞി, താമരശ്ശേരി, ഓമശ്ശേരി ആ മേഖലയൊക്കെ തന്നെയാണ്. അവിടെയൊക്കെ തന്നെ അതൊക്കെ ഒരു മലയോര മേഖല കൂടിയാണ്. അവിടെയാണ് ഇങ്ങനെ ഒരു വലിയ ഉഗ്രശബ്ദം കേട്ടു എന്ന് നാട്ടുകാർ പറയുകയും ചെയ്യുന്നത്. കോഴിക്കോടിന് മറ്റൊരു ഭാഗമായ കുറ്റ്യാടിയിലും നമ്മളിപ്പോൾ കണ്ടതുപോലെ പ്രതികരണത്തിൽ പറഞ്ഞതുപോലെ അവിടെയും ഉണ്ടായി സമാനമായ പ്രതിഭാസം, അനുഭവം. ഇതിൽ ജില്ലാ ഭരണകൂടം എന്താണ് പറയുന്നത്? അത്തരം പ്രതികരണങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? അപ്പം മാത്രമല്ല ശാസ്ത്രീയമായ ഒരു പഠനത്തിലുള്ള ശ്രമങ്ങൾ ഇതിനോടകം തുടങ്ങിയിട്ടുണ്ടോ? പ്രജൻ, കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഭാസം ഉണ്ടായത്. ഉഗ്ര ശബ്ദം കേട്ടു. അതിന് തൊട്ടു പിറകെയായിക്കൊണ്ട് ഈ വാതിലുകളും അതുപോലെ തന്നെ ജനാലകൾ, പാത്രങ്ങളെല്ലാം തന്നെ കുലുങ്ങുന്ന ശബ്ദം കേട്ടു എന്ന അത്തരത്തിലുള്ള അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നാട്ടുകാർ പറയുന്നു. അതിൽ പ്രധാനമായും കൂടരഞ്ഞി, ഒപ്പം തന്നെ മുക്കം, ഓമശ്ശേരി, കുറ്റ്യാടി മേഖലകളിലാണ് വലിയ രീതിയിലുള്ള ഈ ഒരു പ്രതിഭാസം വളരെ വേഗത്തിൽ അനുഭവപ്പെട്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൂടരഞ്ഞിയിലാണ്. കൂടരഞ്ഞിയിൽ സബാസ്റ്റിൻ്റെ വീട്ടിലാണുള്ളത്. സബാസ്റ്റിൻ ചേട്ടനും ചില കാര്യങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ആ സമയത്ത് നിങ്ങൾക്ക് അനുഭവപ്പെട്ടത്? ഒരു 10 മണി കഴിഞ്ഞ സമയം രാവിലെ ഏതാണ്ട് ഞാൻ സ്ഥലത്തില്ല. ഞാൻ വന്നപ്പോൾ എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞതാണ് ജനൽ കിടുങ്ങുന്ന ഒരു അനുഭവം അവൾക്കുണ്ടായി. അപ്പോൾ അത് കാലാവസ്ഥ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് വളരെ നല്ല കാലാവസ്ഥയാണ്. വെയിലുണ്ടായിരുന്നു. മഴക്കാലത്താണെങ്കിലും ഇടി വെട്ടുന്ന കാലമൊക്കെ ആണെങ്കിൽ നമുക്കങ്ങനെ ഫീൽ ചെയ്യില്ല. ഇത്രയും നല്ല തെളിഞ്ഞ കാലാവസ്ഥയിൽ അങ്ങനെ ഉണ്ടായപ്പോൾ അവൾ അത്ഭുതപ്പെട്ടു പോയി, ഒന്ന് കിടുങ്ങി. ഇതിനു മുമ്പൊരു 5 മാസം മുമ്പും മഴക്കാലം ആരംഭിക്കുന്നതിന് മുമ്പും ഇതിൽ അല്പം കൂടി സ്ട്രോങ് ആയിട്ടൊരു ഇടുക്കം ഉണ്ടായതാണ്. അപ്പോൾ ഇത് രണ്ടാമത്തെ അനുഭവം ആയതുകൊണ്ടാണ് ഞാനിത് പുറത്തേക്ക് ഷെയർ ചെയ്തത്. അപ്പോഴാണ് എല്ലാവരും ഇതേപ്പറ്റി സമീപ പ്രദേശങ്ങളിൽ പലർക്കും ഈ അനുഭവം ഉണ്ടായെന്നും, ഞങ്ങൾ മുഴക്കമൊന്നും കേട്ടില്ലെങ്കിലും ഇവിടുന്ന് തന്നെ 1 കിലോമീറ്ററോളം അപ്പുറത്തുള്ള ഒരു ആൾ, എന്നെപ്പോലെ തന്നെ 10-60 വയസ്സ് കഴിഞ്ഞ ഒരാൾ പറഞ്ഞു അയാൾ മുഴക്കം കേട്ടു എന്ന്. പിന്നെ എൻ്റെ ഈ വീടിന് നേരെ അപ്പുറത്ത് കാണുന്ന വീട്ടിലെ ആളെ ഞാൻ വിളിച്ചപ്പോൾ അയാളും 5 മാസം മുമ്പ് ഇങ്ങനെ ഒരു അനുഭവം അയാൾക്കുണ്ടായിരുന്നു, ഞങ്ങളുടെ വീട്ടിലുണ്ടായ അനുഭവം അയാൾക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഈ 2 അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഞാനത് ഷെയർ ചെയ്തത്. ഇതാണ് നമ്മുടെ ഇപ്പോൾ ഒരു ആശങ്ക നിലനിൽക്കുന്നു. അങ്ങനെ ഒരു ആശങ്ക തോന്നിയപ്പോൾ അത് പുറത്തറിയട്ടെ എന്ന് കരുതി പുറത്തേക്ക് പറഞ്ഞതാണ്, വിവരം പുറത്തുള്ളവരെ അറിയിച്ചതാണ്. നമ്മുടെ പട്ടിക്കുട്ടിക്കൊക്കെ എന്തെങ്കിലും പ്രത്യേകിച്ച് ആ സമയത്ത് തോന്നി? പട്ടി ആളുകളുടെയും എന്ത് ജീവിയും ഡിഫറൻ്റായിട്ട് പ്രതികരിക്കുന്നതാണ്. ഇത് എൻ്റെ വൈഫ് ജനലിക്കലായിരുന്നു, അവൾ കണ്ടു പട്ടി ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന, അതിശയത്തോടെ നിൽക്കുന്ന ഒരു ഫീല് ഉണ്ടായെന്നാണ് അവൾ പറഞ്ഞത്. ഇത്തരത്തിലുള്ള അനുഭവങ്ങളാണ് പലർക്കും ഉണ്ടായിട്ടുള്ളത്. നമുക്കൊപ്പം നമ്മുടെ മുക്കം ലേഖകൻ ആസാദ് കൂടി ചെയ്യുന്നുണ്ട്. ആസാദ്, പല ആളുകൾക്കും പല വിധത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ മേഖലയിൽ സമീപ നാളുകളിലും ഇങ്ങനെ ഉണ്ടായിട്ടുള്ളതായാണ് നാട്ടുകാർ പറയുന്നത്. എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ? ഇന്ന് അനുഭവപ്പെട്ടത് അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം രാത്രിയിലും ഇത്തരമൊരു ശബ്ദം അനുഭവപ്പെട്ടതായി ആളുകൾ പറയുന്നുണ്ട്. സെക്കൻഡുകൾ മാത്രം നിൽക്കുന്ന ഒരു ശബ്ദവും അതേപോലെ തന്നെ ചെറിയൊരു തോതിലുള്ള പ്രകമ്പനം പോലെയുള്ളൊരു അതായിട്ടാണ് ആളുകൾ നമ്മളോട് പറയുന്നത്. എന്നാൽ ഇതിൻ്റെ പ്രത്യക്ഷത്തിലുള്ള ഒരു ഭൂമി വിണ്ടുകീറലോ അല്ലെങ്കിൽ വീടുകളിലെ ചില്ലകൾക്ക് എന്തെങ്കിലും പൊട്ടലോ സംഭവിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിലവിലില്ല. ഇപ്പോൾ ഈ കൂടരഞ്ഞി പഞ്ചായത്തിലെ വിവിധ മേഖലകൾ, കരിങ്കുറ്റി ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ, കാരശ്ശേരി പഞ്ചായത്തിലെ തീക്കുകുറ്റി ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിൽ നിന്നും ആളുകൾ നമ്മളോട് വിവരം അറിയിക്കുന്നുണ്ട്. അതേപോലെ മുക്കം നഗരസഭയിലെ മണാശ്ശേരി ഈ ഭാഗത്തും ഇത്തരത്തിൽ ശബ്ദം കേട്ടിട്ടുണ്ടെന്നാണ് ആളുകൾ പറയുന്നത്. പക്ഷേ പിന്നെ ജനങ്ങൾക്ക് ഒരു ആശങ്ക എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഇത്തരം ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകുകയും അതിന് തുടർച്ചയായിട്ട് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുകയും ചെയ്തതിൻ്റെ ഒരു ചെറിയൊരു ആശങ്ക ജനങ്ങൾക്കുണ്ട്. പക്ഷെ കൃത്യമായിട്ട് ഇപ്പോൾ ഈ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ താമരശ്ശേരി തഹസിൽദാർ ഹരിദാസ് ഉൾപ്പെടെയുള്ള കൂടരഞ്ഞി വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രദേശം സന്ദർശിച്ചു. ഈ അനുഭവപ്പെട്ട ആളുകളുമായിട്ട് സംസാരിച്ച് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഈ വിവരങ്ങൾ കോഴിക്കോട് ജില്ല കളക്ട്രേറ്റിലെ ജിയോളജിസ്റ്റുകളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഘട്ടം എന്നുള്ള ഇതിന് എന്താണെന്നുള്ള കൃത്യമായ പരിശോധന നടത്തി ജനങ്ങളെ ഉദ്യോഗസ്ഥർ മറുപടി നൽകുന്നതനുസരിച്ച് ജനങ്ങളുടെ ആശങ്ക മാറുമെന്നാണ് നമുക്ക് തഹസിൽദാർ ഉൾപ്പെടെ നമ്മളോട് അറിയിച്ചിരിക്കുന്നത്.
അപ്പോൾ ഉടൻ തന്നെ അതിന് വേണ്ട നടപടി ഉണ്ടാവും എന്നാണ് നാട്ടുകാരും നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പ്രജിൻ, ഇത്തരം സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. വലിയ ഒരു ആശങ്ക നാട്ടുകാർക്കുണ്ട്. ഒപ്പം തന്നെ ജിയോളജിസ്റ്റ് അതുപോലെ തന്നെ താമരശ്ശേരി തഹസിൽദാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തുകയും വിശദമായിട്ടുള്ള പരിശോധന നടത്തുകയും ചെയ്തു. ഈ അനുഭവപ്പെട്ട ഇത്തരം കാര്യങ്ങൾ ഈ പറഞ്ഞ ആളുകളുടെ എല്ലാം തന്നെ മൊഴി ഉൾപ്പെടെ അവർ എടുക്കുന്നു. അതുപോലെ തന്നെ പ്രദേശമൊക്കെ അവർ വിശദമായിട്ട് പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഭൂമിക്ക് ഈ പ്രദേശത്തെ ഭൂമിയിൽ എവിടെയും വിള്ളൽ വീഴുകയോ മറ്റു തരത്തിൽ വീടുകൾക്കോ മറ്റൊന്നും തന്നെ നാശനഷ്ടങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. എന്നിരുന്നാലും ഇത്തരം ഒരു സംഭവം ഉണ്ടാവുകയും ഒരു ആശങ്ക നാട്ടുകാർ പങ്കുവയ്ക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ജിയോളജിസ്റ്റും അതുപോലെ തന്നെ താമരശ്ശേരി തഹസിൽദാർ, ഡെപ്യൂട്ടി തഹസിൽദാർ ഉൾപ്പെടെയുള്ളവരും ഇവിടെ എത്തിക്കൊണ്ട് വിശദമായിട്ടുള്ള പരിശോധന നടത്തിയത്. ഈ റിപ്പോർട്ട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കൈമാറും എന്ന കാര്യം കൂടി തഹസിൽദാർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഒരു ആശങ്ക നാട്ടുകാർക്കുണ്ട്. വലിയ ഒരു ഭീതിയിൽ തന്നെയാണ് ആളുകൾ കഴിയുന്നത്. പ്രജിൻ, തീർച്ചയായിട്ടും ആ പരിഭ്രാന്തി, ആ ആശങ്ക ദൂരീകരിക്കേണ്ടത് സർക്കാർ സംവിധാനങ്ങളാണ്. നിലവിൽ പഠനം നടത്തി എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, അതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം യഥാർത്ഥത്തിലുണ്ടോ എന്ന കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ അത് സർക്കാർ തന്നെ വ്യക്തമാക്കുമെന്ന് മനസ്സിലാക്കാം. ആ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ നൽകി എന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ.